അടുത്ത സെക്ഷൻ ഡി എടുക്കുക എല്ലാവരും. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് MCQ പോയിന്റ്സ്, തിയറി, അതുപോലെ തന്നെ ന്യൂമറിക്കൽ കുറച്ച് കാര്യങ്ങൾ അതാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക സെക്ഷൻ ഡി ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫസ്റ്റ് പേജിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അടുത്തടുത്ത പേജിൽ ഒപ്പം പഠിക്കാനുള്ള അത്ര എളുപ്പമാണ്. സോ നിങ്ങൾ ബുക്ക് ഇതിൻ്റെ ഒപ്പം എടുത്ത് വെച്ചിട്ട് വീഡിയോ കണ്ടതിന് ശേഷം അപ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള അത്ര എളുപ്പമായിരിക്കും. ദെൻ ഫസ്റ്റ് പേജിൽ പറഞ്ഞ ഈ ഒരു IMF അതുപോലെ വേൾഡ് ബാങ്ക് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഒരു 1944 ബ്രെട്ടൺ വുഡ് കോൺഫറൻസ്, പോസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള ബ്രെട്ടൺ വുഡ് കോൺഫറൻസിലാണ് ആ ഒരു രണ്ട് സ്ഥാപനങ്ങൾ, ഇത് നമ്മുടെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMFും അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് ഒക്കെ നിലവിൽ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഓക്കെ, പിന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഒന്നും വേണ്ട, ഈ ഏരിയ ഒന്നും നമുക്ക് എക്സാമിന് അപ്ലിക്കബിൾ അല്ല, വിട്ടേക്കാം. വേൾഡ് ബാങ്ക് ഓക്കെ. സോ ഇതൊരു വട്ടം ചോദിച്ചതാണ്, വാട്ട് ആർ ദ മേജർ ഇനീഷ്യേറ്റീവ്സ് ഓഫ് ദി വേൾഡ് ബാങ്ക്. സോ ആക്ച്വലി ഇതൊരു SFMലെ ക്വസ്റ്റ്യൻ അല്ല, ലൈക്ക് ഒരു സോഷ്യൽ സയൻസിൽ പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് വേൾഡ് ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉള്ളത്? ഒന്ന്, പോവർട്ടി റിഡക്ഷൻ. ഓക്കെ, സോ ലോകത്ത് എന്ത് ചെയ്യാം, ദാരിദ്ര്യം കുറയ്ക്കുക. ഗ്ലോബൽ പാർട്ണർഷിപ്പ് റിലേറ്റിംഗ് ടു ഹെൽത്ത്, നമ്മൾ കോവിഡൊക്കെ വന്നപ്പോൾ എല്ലാവരും കണ്ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അപ്പോൾ അതിനായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. അവരോട് ഒരുമിച്ചുകൊണ്ട് ലോകത്തിൻ്റെ എന്ത് ചെയ്യുക, ആരോഗ്യ മേഖല എന്ത് ചെയ്യുക, ലോകത്ത് മൊത്തത്തിൽ എന്ത് ചെയ്യുക, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പുതിയ ഇന്നോവേഷൻസും എല്ലാം കൊണ്ടുവരാൻ, പകർച്ചവ്യാധികളൊക്കെ തടയുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അതാണ് ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഇംപ്രൂവിങ് ദ ഹെൽത്ത്. അടുത്തത് പ്രൊട്ടക്റ്റ് ഫ്രം അഡ്വേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് അല്ല, പണ്ട് തന്നെ സ്കൂളിലൊക്കെ നമ്മൾ മറ്റേ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നൊക്കെ CFC ഇതൊക്കെ പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഓസോൺ പാളികളുടെ എഫക്റ്റ് ഇതൊക്കെ ഉണ്ടാവുന്നതിനെ കുറിച്ച് പഠിച്ചത്, അതൊക്കെ പരമാവധി കുറക്കാനായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എന്ത് എടുക്കുക. അപ്പോൾ അതൊക്കെ പോവർട്ടി റിഡക്ഷൻ, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ഹെൽത്ത്, ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഇംപ്രൂവ്ഡ് ഹെൽത്ത്. ദെൻ ഫുഡ് സെക്യൂരിറ്റി. ഓക്കെ, പല രാജ്യങ്ങൾക്ക് ഹെലികോപ്റ്ററിലൊക്കെ ഫുഡൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താം. ദെൻ ക്ലീൻ എയർ ഇനീഷ്യേറ്റീവ്. ഓക്കെ, നമ്മുടെ രാജ്യത്താണ് ക്ലീൻ ഗംഗ എന്നൊക്കെ പറഞ്ഞ പോലെ. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലൊക്കെ നോക്കിയ ദീപാവലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് പുക, ഇതൊക്കെ വളരെ ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മുർഷിദാബാദൊക്കെ ഇന്ത്യയിൽ തന്നെയാണ് ലോകത്തിൽ രണ്ടാം സ്ഥാനമുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ എന്തുണ്ട്, ഇങ്ങനെയുള്ള എയർ ക്വാളിറ്റി പ്യൂരിറ്റി വളരെ കുറവുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ്സ് ആണ് ക്ലീൻ എയർ ഇനീഷ്യേറ്റീവുകൾ. ദെൻ ലാസ്റ്റ് നമുക്കൊരു ഡാറ്റ ഇൻ്റർചേഞ്ചുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ ഓപ്പൺ നോളജ് ഡെപ്പോസിഷൻ, ഓപ്പൺ ഡാറ്റ. അപ്പോൾ ഡാറ്റ ഇൻ്റർചേഞ്ച് ബിറ്റ്വീൻ കൺട്രീസ്. അപ്പോൾ ഈ ഒരു 5 പോയിന്റുകൾ അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കുക. പോവർട്ടി റിഡക്ഷൻ, ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റ്, പ്രൊട്ടക്ട് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ദെൻ ഫുഡ് സെക്യൂരിറ്റി, ദെൻ ക്ലീൻ എയർ. ഓക്കെ, ഡാറ്റ ഇൻ്റർചേഞ്ച് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷമുള്ള റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഒട്ടും ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ നമ്മൾ SPMലൊക്കെ പഠിക്കുന്നുണ്ടായിരിക്കും BIS ബാങ്ക് അല്ലെ. സോ സ്വിറ്റ്സർലാൻഡ് ബേസൽ ഫ്രെയിം വർക്ക് ആക്ച്വലി വരുന്നത് എവിടെ നിന്നാണ്? BIS ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് 1930 സ്വിറ്റ്സർലാൻഡിലെ ബേസൽ എന്നുള്ള സിറ്റിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് വരുന്നത്, ബേസൽ നോംസ് എന്നുള്ള പേര് വരാൻ കാരണം. നമ്മൾ SPMൻ്റെ അകത്ത് 4th ചാപ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റിൽ പഠിച്ചിട്ടും ബേസൽ നോംസ്, ബേസൽ 1, ബേസൽ 2, ബേസൽ 3. ഈ ബേസൽ നോംസ് ശരിക്കും വരുന്നത് അതിൻ്റെ ഒരു തുടക്കം വരുന്നത് ആക്ച്വലി ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് 1930 ബേസൽ എന്ന് പറഞ്ഞ സ്വിറ്റ്സർലാൻഡിലെ സിറ്റിയിലാണ്. ബേസൽ സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിന് ബേസൽ നോംസ് എന്നുള്ള പേര് വരുന്നത്. അതിനുശേഷമുള്ള കാര്യങ്ങൾ സ്പോട്ട് ഫോർവേഡ് ഒന്നും തിയറി പോയിന്റ് ഓഫ് വ്യൂ അത്ര റെലവൻ്റ് അല്ല, ഒട്ടും റെലവൻ്റ് അല്ല, വിട്ടേക്കാം ഈ ഏരിയാസൊക്കെ. അടുത്തൊരു സിൻഡിക്കേറ്റഡ് ലോൺസ് എന്താണ്? ചിലപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ ചോദിക്കാം, വാട്ട് യു മീൻ ബൈ സിൻഡിക്കേറ്റഡ് ലോൺസ്. വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. ശ്രദ്ധിക്കുക, ഇനിയിപ്പോൾ എക്സാമിന് വന്നാലും ഇല്ലെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കുക. സിൻഡിക്കേറ്റഡ് ലോൺസ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോറോവർ എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ടാറ്റ അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പിന് 1000 കോടി ലോൺ വേണം. അപ്പോൾ ഈ 1000 കോടി ലോൺ ഒരൊറ്റ ബാങ്ക് ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ഹൈ റിസ്ക് എക്സ്പോഷറാണ്. സപ്പോസ് ആ ഒരു ബിസിനസ് യൂണിറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ലോസ് സംഭവിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഡിസ്ട്രെസ് ഉണ്ടാവുകയാണെങ്കിൽ, ഓക്കെ, സോ വലിയൊരു NPA വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ബാങ്ക് പൊട്ടാൻ തന്നെയുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വലിയ ഹ്യൂജ് എമൗണ്ടൊക്കെ ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മറ്റുള്ള ബാങ്കുകളായിട്ട് നിന്നുകൊണ്ട് അവരെയും കൂടി ഒരു പാർട്ണറാക്കിയിട്ട്, നമ്മൾ സാധാരണയായിട്ട് ഇൻഷുറൻസിൽ റീഇൻഷുറൻസ് കോൺസെപ്റ്റ് പഠിക്കാറില്ല. ഒരു കമ്പനിക്ക് ഇത്രയും വലിയ റിസ്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റണമാകുമ്പോൾ റിസ്ക് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, റീഇൻഷുറൻസ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ റിസ്ക് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ബാങ്കുകൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്, ഒരു പോളിസിയാണ് എന്ന് പറയുന്നത് ഈ സിൻഡിക്കേറ്റഡ് ലോൺസ്. ഈ സിൻഡിക്കേറ്റഡ് ലോൺസിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾ എന്തായിരിക്കും, ഗ്രൂപ്പിൻ്റെ ലീഡറായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ
സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു ടീം എന്ന് പറയുമല്ലോ. ഓക്കെ, ലൈക്ക് ഇപ്പോൾ നമ്മൾ പുഷ്പ കാണുമ്പോൾ സിൻഡിക്കേറ്റ് ഉണ്ടല്ലോ, അതിലുണ്ടല്ലോ അല്ലേ സിൻഡിക്കേറ്റ് അല്ലേ. അതുപോലെ ഇവിടെയും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു ബാങ്കിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തൊരു ലീഡർ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ HDFC ബാങ്കിനാണ് അദാനി കോൺടാക്ട് എന്ന് വിചാരിക്കുക 1000 കോടിക്ക്. അപ്പോൾ HDFC 1000 കോടി കൊടുക്കില്ല, അപ്പോൾ ഒരു 500 കോടി ആര് കൊടുക്കും? HDFC കൊടുത്തിട്ട് ബാക്കി ഒരു 200 കോടി SBI എന്നും പിന്നെ 200 കോടി ആക്സിസ് ബാങ്ക് പിന്നെ 100 കോടി ICICI, അങ്ങനെ എന്ത് ചെയ്യുക, പല ബാങ്കുകളിൽ നിന്നും കൂടെ കുറച്ച് ഫണ്ട് ഒപ്പിച്ചിട്ട് ആ ഒരു റിസ്ക് ഷെയർ ചെയ്തുകൊണ്ട് 1000 കോടി കൊടുക്കാം. ഓക്കെ, മൊത്തം എന്നിട്ട് അതിലൊരു ലീഡ് ബാങ്ക്, ഓക്കെ, ഒരു ലീഡറായിട്ട് ആരുണ്ടായിരിക്കും? HDFCൻ്റെ ആയിരിക്കും. ഒരു മേജർ പോർഷൻ കൊടുത്ത HDFC ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് നമ്മൾ സിൻഡിക്കേറ്റഡ് ലോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. സംടൈംസ് സിംഗിൾ ബാങ്ക് അൺവില്ലിങ് അനാബിൾ ടു ലെൻഡ് ദ എമൗണ്ട് റിക്വയർഡ് ബൈ എ പർട്ടിക്കുലർ കോർപ്പറേഷൻ, ആവശ്യമുള്ള എല്ലാ എമൗണ്ട് ഒരു സിംഗിൾ ബാങ്കിന് കൊടുക്കാൻ പറ്റാണ്ടാവുമ്പോൾ അവരെന്ത് ചെയ്യും? സിൻഡിക്കേറ്റ് ഓഫ് ബാങ്ക്സ് എന്ത് ചെയ്യും? ഓർഗനൈസ് ചെയ്യും. അതിനുവേണ്ടി സാധാരണയായിട്ടൊരു കുറച്ച് ടൈമൊക്കെ എടുക്കും അതിൻ്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇത് റിസ്ക് കുറച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ ഒരു സിംഗിൾ ബാങ്കിന് ഒറ്റയ്ക്ക് ലോൺ കൊടുക്കാണ്ടാവുമ്പോൾ നമ്മളിങ്ങനെ ഒരു കൂട്ടമായിട്ട് കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണല്ലേ. പുഷ്പയിൽ നമ്മൾ അതുപോലെ തന്നെയല്ലേ സിനിമയിൽ നമ്മൾ സിൻഡിക്കേറ്റിനൊക്കെ യൂസ് ചെയ്യുന്നതിന് മറ്റേ ചന്ദനമരം എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു അല്ലേ മറ്റേ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതിൽ കുറച്ച് പേരുകളൊക്കെ ഉണ്ടല്ലോ, ചെന്നൈ മുരുകൻ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കാൻ ഒരു സിൻഡിക്കേറ്റ് ഒക്കെ ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇവിടെയും ഒരു ടീമുകളാണ്. ഓക്കെ, സോ ഒരു ടീമാണ്. സോ ഒരു ഒരൊറ്റ ബാങ്ക്. ഓക്കെ, ഈവൻ കോമ്പറ്റീറ്റേഴ്സ് തമ്മിൽ ആക്ച്വലി ബാങ്കുകൾ തമ്മിൽ കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിലും അവരെന്ത് ചെയ്യുക? ഒരു കൺസോർഷ്യം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൊരാൾ ലീഡർ ആയിരിക്കും. ആ ലീഡർ ബാങ്ക് ആയിരിക്കും എന്തെങ്കിലും മേജർ പോർഷൻ കൊടുക്കുന്നത്. സോ ബാക്കിയുള്ളവർ എന്തായിരിക്കും? അതിൻ്റെ കൂടെ. അതാണ് സിൻഡിക്കേറ്റഡ് ലോൺസ്. ഓക്കെ, ഇന്റർനാഷണൽ ബോണ്ട് മാർക്കറ്റ് അത്ര റെലവൻ്റ് അല്ല, നോട്ട് ഇമ്പോർട്ടൻറ്റ്. തിയറി പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. ഓക്കെ, സോ അടുത്തത് ഡെപ്റ്റ് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് എന്ത് ചെയ്തിരുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടുന്നത്. സോ ഈ ഒരു ഏരിയ MCQ ഇമ്പോർട്ടൻ്റ് ആണ്. സോ MCQ ഒന്ന് വായിച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യാങ്കി ബോണ്ട്. ഓക്കെ, യാങ്കി ബോണ്ട് പ്രത്യേകത സോ US ഡോളർ ഡിനോമിനേറ്റഡ് ഇഷ്യൂ ബൈ ഫോറിൻ, അതായത് US ഡോളറിലുള്ള ബോണ്ടാണ്, പക്ഷേ ഇഷ്യൂ ചെയ്യുന്നത് non-US കമ്പനീസ് ആണ്. ഓക്കെ, സോ ഫോറിൻ ഗവൺമെൻറ് മറ്റ് ഇൻ US ബോണ്ട് മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലത്തെ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തിട്ടുണ്ട്? യാങ്കി ബോണ്ടിൽ ഇഷ്യൂ. അപ്പോൾ യാങ്കി ബോണ്ട് MCQ ലെവൽ ചോദിക്കാം. ഓക്കെ, യാങ്കി ബോണ്ടിന് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് കൊണ്ട് യാങ്കി ബോണ്ടിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അറിയേണ്ടത് യാങ്കി ബോണ്ട് US ഡോളർ ഡിനോമിനേറ്റഡ് ആണ്, പക്ഷേ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി ആരാണ്? non-US. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലത്തെ കമ്പനി പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഡോളറിലാണ് അതിൻ്റെ വില പറഞ്ഞപ്പോൾ $2 ബോണ്ട് അല്ലെങ്കിൽ $50 ബോണ്ട് അങ്ങനെയൊക്കെ പറയുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ $100 ബോണ്ട്. അപ്പോൾ ഡിനോമിനേഷൻ എങ്ങനെയാണ്? ബോണ്ട് ഡോളറിലാണ്. അതുപോലെ തന്നെ ഇഷ്യൂ ചെയ്യുന്നത് non-US കമ്പനി ആണെങ്കിൽ അതാണ് യാങ്കി ബോണ്ട് വരുന്നത്. ഓക്കെ, നേരെ മറിച്ച് സാമുറായി ബോണ്ട് എന്ന് പറയുമ്പോൾ non-Japanese കമ്പനികളുടെ ജാപ്പനീസ് മാർക്കറ്റിൽ. അപ്പോൾ ഇതേപോലെ തന്നെ US കഥ പറഞ്ഞ പോലെ തന്നെ non-Japanese കമ്പനി US മാർക്കറ്റിൽ ജാപ്പനീസ് മാർക്കറ്റിൽ പോയിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സാമുറായി ബോണ്ട്. ബുൾഡോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോറിൻ ബോണ്ട് വിച്ച് ആർ റൈസ്ഡ് ഇൻ UK ഡൊമസ്റ്റിക് സെക്യൂരിറ്റീസ്. ഓക്കെ, അപ്പോൾ ഈ UK ഡൊമസ്റ്റിക് സെക്യൂരിറ്റി അല്ലെങ്കിൽ സ്റ്റെർലിംഗ് എന്നുള്ള വേർഡ് ആണെങ്കിൽ പൗണ്ടിൻ്റെ മറ്റു പേര് സ്റ്റെർലിംഗ്. അപ്പോൾ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറയുകയാണെങ്കിൽ അത്തരം ബോണ്ട് ഏതായിരിക്കും? ബുൾഡോഗ് ബോണ്ട് ആയിരിക്കും. നോർമലി MCQലാണ് ചാൻസ് ഉള്ളത്. ദെൻ ഷിബോസായി ബോണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് പ്ലേസ്ഡ് ബോണ്ട് എന്നുള്ള വേർഡ്, പ്രൈവറ്റ് പ്ലേസ്ഡ് ബോണ്ട് ഇൻ ജാപ്പനീസ് മാർക്കറ്റ്. ഈ കോർ വേർഡ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. എന്നാലും ഫസ്റ്റ് യാങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ യാങ്കി ബോണ്ട് non-US കമ്പനി ഇൻ US ഡോളർ ഡിനോമിനേറ്റർ. സാമുറായി ബോണ്ട് വെച്ചാൽ non-Japanese ഇൻ ജാപ്പനീസ് മാർക്കറ്റ്. അതുപോലെ തന്നെ ബുൾഡോഗ് ബോണ്ട് മീൻസ് സ്റ്റെർലിംഗ് പൗണ്ട് UK മാർക്കറ്റ്. ദെൻ ഷിബോസായി മീൻസ് ജപ്പാനിലെ പ്രൈവറ്റ് പ്ലേസ്ഡ് ബോണ്ട്. ഓക്കെ, സോ പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ബോണ്ട് ഇൻ ജാപ്പനീസ് മാർക്കറ്റ്. അത്രയും കാര്യങ്ങൾ അതിൽ അറിഞ്ഞിരിക്കാം. ഇനി ഇത് പഠിച്ചാൽ നല്ലൊരു ചാൻസ് ഉള്ളതാണ് ഫോറിൻ കൺവേർട്ടബിൾ ബോണ്ടിൻ്റെ ബെനഫിറ്റ്സ്. ഓക്കെ, സോ ബെനഫിറ്റ്സ് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഈ ബോണ്ടിൻ്റെ സാധാരണ ബെനിഫിറ്റ് പോലെ തന്നെ മിനിമം ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ദ കൂപ്പൺ റേറ്റ് ഇൻ FC സാധാരണ ലോവർ ആയിരിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കമ്പാരിറ്റീവ്ലി എന്തായിരിക്കും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ദെൻ വെൻ കൺവേർട്ട് ഇഷ്യൂർ ഈസ് ആബിൾ ടു റെഡ്യൂസ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ. കാരണം വെച്ചാൽ കൺവേർട്ടബിൾ ബോണ്ട് ആയതുകൊണ്ട് അതിൻ്റെ ഇക്വിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഡെപ്റ്റ് ഒബ്ലിഗേഷൻ അത്രയും എന്ത് ചെയ്യും? നമുക്ക് കുറയും. ദെൻ അതുപോലെ തന്നെ മിനിമം ഒരു ഇൻവെസ്റ്റർക്കാണെങ്കിലോ ഇതിപ്പോൾ ഇത്ര നേരം നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കമ്പനി പോയിന്റ് ഓഫ് വ്യൂ ഇഷ്യൂ ചെയ്യുന്ന കമ്പനി പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞത്. ഇത് വാങ്ങിക്കുന്ന ഇൻവെസ്റ്റർക്കാണെങ്കിൽ ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് എ കൺവേർട്ടബിൾ ബോണ്ടാണ്. ഓക്കെ, സോ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ യൂറോ നോട്ട്സ് അതൊന്നും റെലവൻ്റ് അല്ല, വിട്ടേക്കാം. ഇനി നമുക്ക് അടുത്തൊരു അമേരിക്കൻ ഡെപ്പോസിറ്റ് റിസിപ്റ്റ്, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസിപ്റ്റ്,
ഓക്കെ, ഇതിൻ്റെ ഈ ഡെപ്പോസിറ്റ് റിസിപ്റ്റിനൊക്കെ അഡ്വാൻറ്റേജ് ചോദിച്ചാൽ ജനറലായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിന്റാണ് ആക്സസ് ടു ലാർജ് ക്യാപിറ്റൽ. ഓക്കെ, ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് റേസ് ചെയ്യാൻ പറ്റും. ദെൻ ആക്സസ് ടു ഫോറിൻ എക്സ്ചേഞ്ചിലോട്ട് നമുക്ക് ആക്സസ് കിട്ടും. ദെൻ നോ ചേഞ്ച് ഇൻ ഷെയർ ഹോൾഡിംഗ്. കാരണം നമ്മൾ ഈ ഒരു ഡെപ്പോസിറ്റ് റിസിപ്റ്റിലൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യത്ത് ഒരു ബാങ്ക്, ഒരു ഓവർസീസ് ബാങ്കിനാണ് എന്ത് ചെയ്യുന്നത്, ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അല്ല, എന്നിട്ട് ആ ഷെയർസ് എന്ത് ചെയ്യും, പിന്നെ അവരെന്ത് ചെയ്യും. ഇപ്പോൾ ആക്ച്വലി ഈ ഒരു ഡെപ്പോസിറ്റ് റിസിപ്റ്റ് എന്ന് കേൾക്കുമ്പോൾ പല ആൾക്കാരും GDR ADR എന്നൊക്കെ പഠിച്ചു. ഞാൻ ഏറ്റവും എളുപ്പത്തിന് വേണ്ടി പറയുകയാണ്. ആക്ച്വലി അതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ബർഗറിലൊക്കെ ഡബിൾ സിംഗർ ബർഗർ നമ്മളവർ അതിൻ്റെ ബർഗർ പാറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ, കട്ട്ലേറ്റ് പോലെ ഒരു 2 എണ്ണമൊക്കെ വെച്ച് നമ്മൾ ബർഗർ ഉണ്ടാക്കുമല്ലോ. ഓക്കെ, അതേപോലത്തെ ഒരു കോൺസെപ്റ്റാണ് GDR ഒക്കെ വരുന്നത്. ആക്ച്വലി 2 ഇക്വിറ്റി ഷെയർ ഒറ്റ ഒരു ബർഗറിലാക്കിയിട്ട് വെക്കുന്ന പോലെ നമ്മൾ GDRൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഒരു ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസിപ്റ്റിൻ്റെ അകത്ത് എന്തുണ്ടാവും, 2 ഇക്വിറ്റി ഷെയർ ഉണ്ടാവും. അപ്പോൾ 2 ഇക്വിറ്റി ഷെയർ ഒരു ബണ്ടിലായിട്ട് ഒരുമിച്ച് കെട്ടിയിട്ട് നമ്മൾ സാധാരണ ബർഗർ എന്ന് പറയാൻ ഓർക്കാൻ വേണ്ടിയാണ്. ഈ കഴിഞ്ഞ വട്ടം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ പല സ്റ്റുഡൻസും പറഞ്ഞ് ലാസ്റ്റ് ഡേയിൽ പറഞ്ഞപ്പോൾ ഇത് ഓർമ്മ വന്നിരുന്നു, എളുപ്പമായിരുന്നു, അതുകൊണ്ട് പറയുന്നതാണ്. സോ GDR ADR എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഇന്ത്യൻ കമ്പനികൾക്ക് വിദേശ രാജ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഫോർമാലിറ്റീസ്, ലീഗൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വിദേശ രാജ്യത്ത് നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആക്കും. ഈ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മളെന്ത് ചെയ്യും, ബർഗർ ഉണ്ടാക്കുന്ന പോലെ തന്നെ 2 ഇക്വിറ്റി ഷെയർ വെച്ചിട്ട് ഒറ്റ ബണ്ടിലാക്കി ഒരു പുതിയ ഇൻസ്ട്രുമെൻ്റ് ഒരു പേരിടും. ഓക്കെ, ഒരു പുതിയ പേരിട്ടിട്ട് നമ്മളെന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, വിദേശ രാജ്യത്തൊരു ഓവർസീസ് ബാങ്കിന് കൊടുക്കും. ആ ഓവർസീസ് ബാങ്ക് അവിടുത്തെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്തിട്ട് പിന്നെ അത് അവിടുത്തെ രാജ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡബിൾ ആയിട്ട് മാറും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിദേശ രാജ്യത്ത് നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിലാണ് ആക്ച്വലി ഏത് വന്നത്, ഈ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റിസിപ്റ്റുകളൊക്കെ വന്നത്. ഓക്കെ, അപ്പോൾ ADR GDRൻ്റെ ഒക്കെ പ്രത്യേകതകൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ലാർജ് ക്യാപിറ്റൽ, 4x ക്യാപിറ്റൽ, ഓക്കെ, അതുപോലെ ഷെയർ ഹോൾഡിങ്ങിൽ വലിയ ചേഞ്ച് ഉണ്ടാവില്ല. അഥവാ നമ്മൾ മറ്റേ ഡൈല്യൂഷൻ ഓഫ് കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല. ഇൻക്രീസ് റെക്കഗ്നിഷൻ ടു ദ കമ്പനി. ഈ ADR GDR ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു റെക്കഗ്നിഷൻ കൂടും, ഗുഡ് വില്ല് പോലെ. പിന്നെ അതുപോലെ നോ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് സിൻസ് എ കമ്പനി പേ ഡിവിഡൻഡ് ഇൻ ഇന്ത്യൻ റുപ്പിയിലായതുകൊണ്ട്. അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ കോസ്റ്റ് ഓഫ് ഇഷ്യൂ, റിക്വയർമെൻറ്റ് ഓഫ് ലാർജ് സൈസ് ഓഫ് ഇഷ്യൂ, ഹ്യൂജ് എമൗണ്ട് നമ്മൾ റേസ് ചെയ്യേണ്ടി വരും. ദെൻ കംപ്ലയൻസ് എന്നാണ് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. വിദേശ രാജ്യത്തെ ലോകളൊക്കെ ആയതുകൊണ്ട് നമ്മൾ സ്ട്രിക്റ്റ് കംപ്ലയൻസ് വേണം. അതേപോലെ തന്നെ GDRും ഇതേപോലെ തന്നെയാണ്. കഴിഞ്ഞ വട്ടം ചോദിച്ചാണ് ഫീച്ചേഴ്സ് ഓഫ് GDR. നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്ന് ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ഷെയർസ്. സോ അതായത് നമ്മൾ ഒരു ബർഗറിൽ 2 പാറ്റി വെക്കുന്ന പോലെ ഒരു GDRൻ്റെ അകത്ത് 2 ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരിക്കും. 2 or 2 കൂടുതൽ ഉണ്ടായിരിക്കാം. സോ ഈച്ച് GDR represent 1 or more underlying shares which are physically held by the custodian appointed by the depository bank. അപ്പോൾ ഒന്നാമത് അണ്ടർലൈൻ ഷെയർസ് നോർമലി ഇപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമുക്ക് വരാണ്ട് 2 or more ഉണ്ടായിരിക്കും. ദെൻ എൻട്രി ഇൻ ദ കമ്പനീസ് ബുക്സ്. ഓക്കെ, സോ കമ്പനിയിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരുന്നത് ആ ഡെപ്പോസിറ്ററി ബാങ്കിൻ്റെ പേരായിരിക്കും, അല്ലാണ്ട് ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സ്, വിദേശ രാജ്യത്തെ ഇൻഡിവിജ്വൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേര് വരില്ല. പകരം ഏതേ വരുള്ളൂ, കമ്പനിയിൽ ആ ഒരു ഓവർസീസ് ബാങ്കിൻ്റെ പേരേ വരുള്ളൂ. സോ അണ്ടർലൈൻ ഷെയർസ് എൻട്രി ഇൻ ദ കമ്പനീസ് ബുക്സ്. ഓക്കെ, റിട്ടേൺസ് നോർമലി ലോക്കൽ കറൻസിയിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക് അധികം എഫക്ട് ചെയ്യുന്നില്ല. നെഗോഷ്യബിൾ, ദേ ആർ എക്സ്ചേഞ്ചബിൾ ആണ്, ട്രേഡബിൾ ആണ്, ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സെറ്റിൽമെൻറ്റ് ഈ വിദേശ രാജ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ട്രേഡബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഫീച്ചേഴ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക. സോ ജസ്റ്റ് ഹെഡിങ്ങിലും പഠിച്ചിരിക്കുക. അണ്ടർലൈൻ ഷെയർസ് 1 or more അല്ലെങ്കിൽ 2 or more ഷെയർസ് ഉണ്ടായിരിക്കും. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡെപ്പോസിറ്റ് ബാങ്കിൻ്റെ പേരായിരിക്കും ഉണ്ടാവുക. റിട്ടേൺസ് ഡിവിഡൻഡ് ലോക്കൽ കറൻസിയിലാണ് കൊടുക്കുന്നത്. ദെൻ നെഗോഷ്യബിൾ. ഓക്കെ, GDRs ആർ എക്സ്ചേഞ്ചബിൾ ആണ്, ട്രേഡബിൾ ആണ്, ഇത് ഫോറിൻ എക്സ്ചേഞ്ച് എന്നൊക്കെ എഴുതിയൊക്കെ. ഗ്ലോബലി മാർക്കറ്റബിൾ ആണ്, മാർക്കറ്റഡ് ആണ്. സോ ഈ ഒരു 5 പോയിന്റെങ്കിലും ഒരു 4 പോയിന്റെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക്. നോർമൽ തിയറി ക്വസ്റ്റ്യൻ 4 മാർക്കിനെ മാക്സിമം വരുള്ളൂ. അപ്പോൾ മിനിമം ഒരു 4 പോയിന്റെങ്കിലും പഠിച്ചിരിക്കണം, അത്രയും നല്ലത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് ഒരു ഹിഡൻ ക്വസ്റ്റ്യൻ ആണ്, പൊതുവെ സ്റ്റുഡൻസ് നോക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ സ്റ്റഡി മെറ്റീരിയലിനകത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കാം. മസ്റ്റായിട്ട് ഇപ്പോൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ CA ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. ഓക്കെ, CA ഫൈനൽ എക്സാമിന് ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നമ്മുടെ ബുക്കിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇല്ലസ്ട്രേഷൻ 1 GDR ഇഷ്യൂ. ഓക്കെ, നോക്കാം. A Limited is considering the expansion project in USA. For the project it requires an investment of $20 million. Net of issue expense, flotation cost estimated 2%. Company has a proposal to issue GDR to finance the project. അപ്പോൾ ഒരു കമ്പനിക്ക് തന്നെ $20 million ആവശ്യമുണ്ട്. അത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കഴിഞ്ഞിട്ട് നെറ്റ് ഓഫ്. അപ്പോൾ ചിലവ് സ്പെൻഡ് ചെയ്യാൻ തന്നെ $20 million വേണം. അപ്പോൾ ഫ്ലോട്ടേഷൻ എത്രയുണ്ട്, 2%. അപ്പോൾ അതായത് 100 രൂപ നമ്മൾ റേസ് ചെയ്യുക, അല്ലെങ്കിൽ 100 million നമ്മൾ റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് 2% എന്ത് ചെയ്യും, ഫ്ലോട്ടേഷൻ പറ്റി, ബാക്കി 98 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ അതായത് 100% ഓൾവേസ് എത്ര പോകും, 2% പോയിട്ട് 98%. അപ്പോൾ ഈ ഒരു 98% ആയിരിക്കും എന്ത് 20. കാരണം വെച്ചാൽ ഇഷ്യൂ ചെയ്യുന്നത് 20-നേക്കാൾ മുകളിലായിരിക്കും. എന്നാലും ഇഷ്യൂ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാലൻസ് കയ്യിൽ എത്ര ഉണ്ടാവുള്ളൂ, 20 ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്രോസ് ഇഷ്യൂ എത്ര ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് X ആണ് ഗ്രോസ് ഇഷ്യൂ എങ്കിൽ Xൻ്റെ 98% ആണ് എന്ത്
20 million. അപ്പോൾ അങ്ങനെ ലെക്സ് ഈസ് ഈക്വൽ ടു 20/98% ആയിരിക്കണം. ഇത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഇത് ആദ്യം നമ്മൾ അനലൈസ് ചെയ്യണം. ഓക്കെ, ദെർഫോർ നമ്മളത് എൻ്റെ ആൻസർ നമുക്ക് എടുക്കാം. യു ഹാവ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ഒക്കെ ആയിട്ട് എത്ര ക്വസ്റ്റ്യൻ ഇതാണ്, കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് GDR ടു ബി ഇഷ്യൂഡും ആൻഡ് കോസ്റ്റ് ഓഫ് GDR ദെൻ വിത്ത് ദ ഫോളോയിങ് ഇൻഫർമേഷൻ നോക്കാം. ഒന്ന് എക്സ്പെക്റ്റഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് GDR അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ 500 rupees ആണ് ഷെയറിൻ്റെ പ്രൈസ്. ഫേസ് വാല്യൂ 100 രൂപ ഉള്ള ഷെയറിന് മാർക്കറ്റിൽ എത്ര വിലയുണ്ട്, 500 രൂപ വിലയുണ്ട്. ഇനി ഓരോ GDRൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ബർഗർ എന്നൊക്കെ പറഞ്ഞ എക്സാമ്പിൾ പോലെ 2 shares ഷാൾ അണ്ടർലൈ ഈച്ച് GDR. ഒരു GDRൻ്റെ അകത്ത് 2 shares ഉണ്ടായിരിക്കും. ആൻഡ് പ്രൈസ് 10% ഡിസ്കൗണ്ടിൽ അല്ലേ. അപ്പോൾ 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 500 10% 50 അല്ലേ. ആ 50 ഡിസ്കൗണ്ട് പോയി കഴിഞ്ഞാൽ 450 അല്ലേ. ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ ഒരു GDR നമ്മൾ എത്ര രൂപക്കാണ് ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇന്ത്യ റുപ്പി എത്ര രൂപയ്ക്ക്, 900 rupees അല്ലേ. ഇനി എക്സ്പെക്റ്റഡ് എക്സ്ചേഞ്ച് റേറ്റ് 72 അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ 900 ഡിവൈഡ് ബൈ 72 അല്ലേ. അപ്പോൾ അതല്ലേ ഡോളറിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുക. ഇനി ഡിവിഡൻഡ് ഈസ് എക്സ്പെക്ട് വിത്ത് 20% വിത്ത് ഗ്രോത്ത് റേറ്റ് ഓഫ് എത്ര 10%. അപ്പോൾ ഡിവിഡൻഡ് പേ 20% എന്ന് പറയുമ്പോൾ ഡിവിഡൻഡ് ഈൽഡ് എന്നല്ല ഡിവിഡൻഡ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഡിവിഡൻഡ് മീൻസ് ഫേസ് വാല്യൂ. സോ ഫേസ് വാല്യൂ 100ൻ്റെ 20% എന്ന് പറയുമ്പോഴത്തേക്കും ഡിവിഡൻഡ് 20 rupees. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഡിവിഡൻഡ് 20 rupees എടുത്തുകൊണ്ട് തെറ്റിക്കരുത്. ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക. ഒരു GDRൻ്റെ അകത്ത് 2 ഷെയർ ഉണ്ടായിരിക്കും. അപ്പോൾ 2 ഷെയറിൻ്റെ ഡിവിഡൻഡ് ആയിരിക്കും 40 rupees ആയിരിക്കും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. ഓക്കെ, therefore ഡിവിഡൻഡ് വിൽ ബി 40. നിൽക്കട്ടെ, സ്റ്റാർട്ട് ചെയ്യാലോ. സോ നമ്മൾ ചോദിച്ചുള്ള 2 ക്വസ്റ്റ്യൻ ഉള്ളൂ. കമ്പ്യൂട്ട് ദ നമ്പർ ഓഫ് GDR ടു ബി ഇഷ്യൂഡ് ആൻഡ് കോസ്റ്റ് ഓഫ് GDR. ഓക്കെ, സോ നോക്കാം ഫസ്റ്റ് ആൻസർ. സോ നെറ്റ് ഇഷ്യൂ എത്രയാണ്, 20 million. ഓക്കെ, സോ നെറ്റ് ഇഷ്യൂ സൈസ് 20 million. സോ 20 million കയ്യിൽ വേണമെങ്കിൽ എത്ര ഇഷ്യൂ ചെയ്യണം, 20 divided by 98. 20 divided by 98% ഈസ് ഈക്വൽ ടു 20 point. ഓക്കെ, സോ 20.408 million. ഓക്കെ, 20.408 million ആണ് ഗ്രോസ് ഇഷ്യൂ വരുന്നത്. ഓക്കെ, സോ ആ കോൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇതിനകത്ത് ഇഷ്യൂ പ്രൈസ് ഞാൻ പറഞ്ഞു 10% ഡിസ്കൗണ്ട് 500 450 വരുമ്പോൾ ഇൻറ്റു 2 വരുമ്പോൾ 900. ഈ 900 ഇഷ്യൂ ചെയ്യുമ്പോൾ 72 എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ 900 ഡിവൈഡ് ബൈ 72 ഈസ് ഈക്വൽ ടു ഓക്കെ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് ഇതായിരിക്കും $12.5 ആയിരിക്കും. ഓക്കെ, $12.5 ആയിരിക്കും ഒരെണ്ണം ഇഷ്യൂ ചെയ്യാൻ പോകുന്ന പ്രൈസ്. ഇനി ഡിവിഡൻഡ് എത്രയായിരിക്കും, 100 × 20% ഒരു ഷെയറിലാണ് അല്ലേ. അതുകൊണ്ട് 2 ഷെയറുമ്പോൾ 40 രൂപ അല്ലേ. 40 രൂപ ഡിവിഡൻഡ്, ഒരെണ്ണത്തിന് 20, രണ്ടെണ്ണത്തിന് 40 രൂപ. ആൻഡ് നെറ്റ് പ്രൊസീഡ്സ്. ഈ നെറ്റ് പ്രൊസീഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഈ 900 ഇഷ്യൂ ചെയ്യാൻ ഇഷ്യൂ പ്രൈസ് ആണ് 900 അല്ലേ. കാരണം $12.5 ഇൻറ്റു 72 വരുമ്പോൾ 900. ഓക്കെ, ഈ 900 ഇഷ്യൂ ചെയ്താൽ നമുക്കറിയാം ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾവേസ് ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുമ്പോൾ ഇങ്ങോട്ട് കിട്ടിയ പൈസക്ക് എത്രയാണ് അങ്ങോട്ട് കൊടുത്തത്, അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് കിട്ടിയ പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും P0 എന്നുള്ള വേർഡ് നമ്മൾ ഡിനോമിനേറ്ററിൽ പറയണ്ട അല്ലേ. D1 ഡിവൈഡ് ബൈ P0 പ്ലസ് G എന്നൊക്കെ. ഈ P0 എന്ന് വെച്ചാൽ പലപ്പോഴും ഇഷ്യൂ പ്രൈസ് ആണ്, ഇഷ്യൂ പ്രൈസ്. പക്ഷേ നെറ്റ് ഇഷ്യൂ പ്രൈസ് ആണ്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ടെങ്കിൽ P0 എന്ന് പറയുന്നത് ആഫ്റ്റർ കൺസിഡറിങ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 900-നാണ് ഇഷ്യൂ ചെയ്യുന്നത്. അത് P0 ആയിട്ട് എടുക്കാൻ പറ്റില്ല. P0 എന്ന് വെച്ചാൽ നെറ്റ് ഇഷ്യൂ പ്രൈസ് ആണ്. നെറ്റ് ഇഷ്യൂ പ്രൈസ് എന്ന് വെച്ചാൽ ആഫ്റ്റർ കൺസിഡറിങ് ഫ്ലോട്ടേഷൻ അല്ലേ. അപ്പോൾ ഈ 900-ൻ്റെ 2% നമുക്ക് എന്ത് പോലെ ഫ്ലോട്ടേഷൻ പോലെ 18 രൂപ മൈനസ് ചെയ്യുമ്പോൾ എത്ര വരും, 882 അല്ലേ. ദെർഫോർ നെറ്റ് പ്രൊസീഡ്സ് ഈസ് ഈക്വൽ ടു 882. നമ്മൾ സാധാരണ പഠിച്ചിട്ട് നമ്പർ ഓഫ് GDR ടു ബി ഇഷ്യൂഡ് കോമൺ സെൻസ് ആലോചിച്ച് നോക്കുക. ടോട്ടൽ 20.408 million എന്ത് വേണം, $. വേണം, ഇൻക്ലൂഡിങ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് അടക്കം. ഓരോ GDR ഇഷ്യൂ ചെയ്യുന്ന എത്ര ഡോളറിനാണ്, $12.5 ആണെങ്കിൽ അല്ലേ. നമുക്കൊരു 100 രൂപ ക്യാപിറ്റൽ വേണം 20 രൂപയുടെ ഷെയർ വെച്ചിട്ട്. 20 രൂപയുടെ ഷെയർ വെച്ച് 100 രൂപ ക്യാപിറ്റൽ ആണ്. കോമൺ സെൻസ് ആണ്. എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം, 5 എണ്ണം. 100 ഡിവൈഡ് ബൈ 20 5 എണ്ണം അല്ലേ. ഇതേ ലോജിക്കൽ ആലോചിച്ച് നോക്കുക. 12.5 രൂപയുടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ട് 20.408 million നമ്മൾ ജനറേറ്റ് ചെയ്യണം, ഐ മീൻ റേസ് ചെയ്യണമെങ്കിൽ എത്ര എണ്ണം ഇഷ്യൂ ചെയ്യണം, ഡിവൈഡ് ചെയ്താൽ പോരെ. സോ 20.408 million. സോ ഇത് ഡിവൈഡ് ബൈ നമുക്ക് എന്ത് ചെയ്യണം, 12.5. ഓക്കെ, 12.5 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.63264 million എന്ത് ചെയ്യണം, ഷെയർസ് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. ഐ മീൻ GDRs ഇഷ്യൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് GDR കാരണം ഒരു ആൻസർ. ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് GDR ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ കോസ്റ്റ് ഓഫ് GDR പലപ്പോഴും നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി പഠിച്ചിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പഠിച്ചിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഒക്കെ പഠിച്ചു. പക്ഷേ കോസ്റ്റ് ഓഫ് GDR പഠിച്ചില്ല. പക്ഷേ കോമൺ സെൻസ് ആലോചിക്കുക. ആക്ച്വലി GDR എന്നുള്ള ഇൻസ്ട്രുമെൻസിന് അണ്ടർലൈങ് ആയിട്ട് എന്താ പറയുന്നത്, ഇക്വിറ്റി ഷെയർ അല്ലേ. അപ്പോൾ കോസ്റ്റ് ഓഫ് GDR എന്തായിരിക്കും, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി തന്നെ ആയിരിക്കും അല്ലേ. എന്നാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സോ നിങ്ങൾ ഓൾറെഡി ഇക്വിറ്റി വാല്യൂഷനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. KEG അല്ലെങ്കിൽ പോട്ടെ P0 ഈസ് ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ KE മൈനസ് G അല്ലേ. ഈ KE മൈനസ് G മുകളിലോട്ട് പോകുമ്പോൾ എന്താവും, KE മൈനസ് G ഈസ് ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ P0. താഴോട്ട് വരുമ്പോൾ D1 ബൈ P0 പ്ലസ് ഈ മൈനസ് G ഇങ്ങോട്ട് പോകുന്നതായിരിക്കും KE ഈസ് ഈക്വൽ ടു D1 ഡിവൈഡ് ബൈ P0 പ്ലസ് G ആയിരിക്കും അല്ലേ. ഞങ്ങൾ നമുക്ക് KEയുടെ ഫോർമുല ഇട്ടില്ലേ. ഈ ഒരു KEയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. D1 ഈസ് ഈക്വൽ ടു 20 ആണോ, 20 അല്ല 40 അല്ലേ. കാരണം 2 ഷെയർ അല്ലേ. സോ D1 ഈസ് ഈക്വൽ ടു 40
ഡിവൈഡ് ബൈ P0 എത്രയാണ്? P0 മീൻസ് നെറ്റ് പ്രൊസീഡ്സ് അല്ലേ. 900 ഇഷ്യൂ ചെയ്യുമ്പോൾ 18 രൂപ ഫ്ലോട്ടേഷൻ പോയി കഴിഞ്ഞാൽ ബാക്കി 882. ഓക്കെ, സോ ഇൻറ്റു 100 വേണമെങ്കിൽ പെർസെൻറ്റേജ് കൂടെ എടുക്കുക. ദെൻ ജി ഓൾറെഡി ഡയറക്ട്ലി തന്നിട്ട് 10%, ആ 10% ആഡ് ചെയ്യുക. ദെർഫോർ കോസ്റ്റ് ഓഫ് GDR ഈസ് ഈക്വൽ ടു 14.54%. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ചാൻസ് ഉണ്ട്, ഞാൻ 100% ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കുക. കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ഇപ്പം നവംബർ എക്സാമിന് CA ഫൈനൽ വരെ കഴിഞ്ഞത്, അതിന് മുമ്പത്തെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഫൈനലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഓക്കെ, അതുകൊണ്ട് ചാൻസ് ഉണ്ട്, നോക്കിയിരിക്കുക. വാറണ്ടീസിലേക്ക് ഒരു റേറ്റ് ഇഷ്യൂ പോലത്തെ ഒരു ഇത് നമ്മളൊരു കൂടെ ഒരു ഷെയർ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു എൻറ്റൈറ്റിൽമെൻറ്റ് കിട്ടുന്നതാണ് വാറണ്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു MCQ അറിയിക്കുക. വാറണ്ടീസ് എ സെക്യൂരിറ്റി ദാറ്റ് എൻറ്റൈറ്റിൽ ഹോൾഡർ ടു ബൈ ദ അണ്ടർലൈൻ സ്റ്റോക്ക് ഓഫ് എ ഇഷ്യൂയിങ് കമ്പനി അറ്റ് ഫിക്സഡ് എക്സൈസ് പ്രൈസ് അൺടിൽ ദ എക്സ്പയറി ഡേറ്റ്. ഓക്കെ, നമ്മൾ മറ്റേ സ്റ്റോക്ക് ഓപ്ഷനൊക്കെ പോലെ നമുക്ക് ഭാവിയിൽ ഷെയർ വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റിനെ വിളിക്കുന്ന പേരാണ് വാറണ്ട്. യെസ്, ഇവിടെ കുറച്ച് MCQ ഒക്കെ ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിനോമിനേറ്റഡ് ഇൻ yen. ഓക്കെ, സോ ഏതാണ് യെന്നിൽ എന്ത് നമ്മൾ അപ്പോൾ നമ്മൾ കുറച്ച് ബോണ്ടിലൊക്കെ പഠിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, യാങ്കി ബോണ്ട്, ഓക്കെ, സാമുറായി ബോണ്ട്, ഷിബോസായി അല്ലേ. സോ അപ്പോൾ അങ്ങനെയുള്ള എക്സാംസിനൊക്കെ ഇതിന് ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. സോ വായിച്ചു നോക്കി. ഇപ്പോൾ ഷിബോസായി ബോണ്ട് എന്താണ്? അതുപോലെ നമ്മൾ 4 ബോണ്ട് പഠിച്ചിരുന്നു. ഓക്കെ, സോ ബുൾഡോഗ്, ഓക്കെ, ഇപ്പം നമ്മളുടെ ബുൾഡോഗ് ബോണ്ട് നമ്മൾ പഠിച്ചിരുന്നു, മറ്റേ UK സ്റ്റെർലിംഗ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് MCQ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള കോൺസെപ്റ്റാണ്, അത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. ഇവിടെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഇത് ഓൾറെഡി Forex പഠിച്ച ആൾക്കാർക്ക് ഞാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിൻ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും. നമുക്ക് വരാം. ഓക്കെ, ഇന്ത്യയിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലിംഗ് ഒക്കെയാണ് സെൻട്രൽ ബാങ്ക് ആണ് അൾട്ടിമേറ്റ് അതോറിറ്റി, പിന്നെ ഓതറൈസർ ഡീലേഴ്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, അങ്ങനെ കാര്യങ്ങളുണ്ട്. ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല. യെസ്, ഈ ഒരു സ്വിഫ്റ്റിൻ്റെ ഫുൾ ഫോം പഠിച്ചിരിക്കുക. സ്വിഫ്റ്റ് മീൻസ് സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. അപ്പോൾ 2 ഫുൾ ഫോമാണ് നമുക്ക് പഠിക്കാനുള്ളത്, സ്വിഫ്റ്റും ഒന്ന് ചിപ്സും. ഓക്കെ, അപ്പോൾ സ്വിഫ്റ്റ് കാലിൽ നിന്ന് ചിപ്സ് കഴിച്ച് നമ്മൾ റെഗുലർ ക്ലാസ്സിൽ പഠിക്കാറുണ്ടല്ലേ. അപ്പോൾ അത് സ്വിഫ്റ്റും ചിപ്സുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഓക്കെ, പഠിച്ചിരിക്കുക. സൊസൈറ്റി ഫോർ വേൾഡ് ബാങ്ക് ഇന്റർബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. സോ സ്വിഫ്റ്റ്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു വാട്സപ്പ് പോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ നമ്മളെല്ലാം ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഇത് ഇന്റർബാങ്ക് ആണ്. അതായത് ഇന്റർബാങ്ക് കോൺസെപ്റ്റ് നമുക്ക് അധികം CMA ഫൈനൽ പഠിക്കാനില്ല. അപ്പോൾ ഇന്റർബാങ്ക് മീൻസ് ബാങ്ക് ടു ബാങ്ക്. ഓക്കെ, ബാങ്ക് ടു ബാങ്ക്, അതായത് B2B എന്നൊക്കെ പറയുന്ന പോലെ ബാങ്കിൽ നിന്ന് ബാങ്കിലോട്ടുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ പഠിക്കുന്ന ഇമ്പോർട്ടർ, എക്സ്പോർട്ടർ, കസ്റ്റമർ, മെർക്കൻഡൈസും പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇത് മെർച്ചൻറ്റും ബാങ്കും തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണ് നമ്മൾ നോർമലി പഠിക്കുന്ന ഇമ്പോർട്ടർ, എക്സ്പോർട്ടർ കാര്യങ്ങൾ. അപ്പോൾ ബാങ്കിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, ബാങ്ക് റിസ്ക് അധികം എടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു ഇമ്പോർട്ടർ ആണെങ്കിൽ എക്സ്പോർട്ടർ ആണ്. ഇപ്പോൾ ഇമ്പോർട്ടർ ഫോറിൻ കറൻസി ബൈ ചെയ്യാനുള്ള കോൺട്രാക്ട് വെക്കും, എക്സ്പോർട്ടർ ആണെങ്കിൽ ഫോറിൻ കറൻസി സെൽ ചെയ്യാനുള്ള കോൺട്രാക്ട് വെക്കും. അറ്റ് ദ സെയിം ടൈം ഫോർവേഡ് കോൺട്രാക്റ്റിലൊക്കെ ബാങ്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ഇപ്പുറത്ത് എന്താവും, ബാങ്ക് ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമ്പോർട്ടർ എന്ത് ചെയ്യും, ബൈ കോൺട്രാക്ട് വെക്കും, ഡോളർ ബൈ വെക്കും. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യണം, അത് നോർമലി HDFC ബാങ്ക് എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, സെൽ ചെയ്യും അല്ലേ. HDFC ബാങ്ക് സെൽ ചെയ്യും, ഡോളർ സെൽ ചെയ്യും. ഈ സെൽ ചെയ്യാനുള്ള ഡോളർ HDFC ബാങ്ക് മറ്റൊരു ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, ബൈ ചെയ്യും. മനസ്സിലായി? അപ്പോൾ ആക്ച്വലി കസ്റ്റമർ ബൈ ചെയ്യുന്ന കസ്റ്റമർക്ക് ആര് സെൽ ചെയ്യും, HDFC ബാങ്ക് എന്ത് ചെയ്യും, സെൽ ചെയ്യും. ഈ സെൽ ചെയ്യാനുള്ള ഡോളർ എന്ത് ചെയ്യും, HDFC ബാങ്ക് മറ്റൊരു ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യും, ബൈ ചെയ്യും, മറ്റൊരു ബാങ്കിൽ നിന്ന് ബൈ ചെയ്യും. അത് അതിനിടയ്ക്ക് ഇന്റർ ബാങ്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇന്റർ ബാങ്ക് മാർക്കറ്റ്, ഇന്റർനാഷണൽ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇന്റർ ബാങ്ക് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യും, അത് HDFC ബാങ്ക് ബൈ ചെയ്യും. അത് കമ്പാരിറ്റീവ്ലി വില കുറവിനായിരിക്കും ബൈ ചെയ്യുക, എന്നിട്ടായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, പ്രോഫിറ്റ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ ബാങ്ക്, ഇപ്പോൾ വിദേശ രാജ്യത്ത് നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഓഡിറ്റൊക്കെ നല്ല ബാങ്കുകളുടെ ഫോറിൻ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഉള്ള ബാങ്കുകളുടെ ഓഡിറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സ്വിഫ്റ്റ് കോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്വിഫ്റ്റ് കോഡ് ആണ് ഇൻ്റർനാഷണൽ പേയ്മെൻറ്റുകൾക്ക്, ബാങ്ക് സെറ്റിൽമെൻറ്റുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ചില രാജ്യങ്ങളെ നമ്മൾ ഇപ്പോൾ ഖത്തർ പോലെ രാജ്യങ്ങളൊക്കെ ഉപരോധിക്കുന്ന സമയത്ത് തന്നെ പല രാജ്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ റഷ്യ, യുക്രൈൻ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില രാജ്യങ്ങൾ നമ്മൾ സാമ്പത്തികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഈ സ്വിഫ്റ്റ് കോഡ് എന്ത് ചെയ്യും, ബാൻ ചെയ്യും. അത് എന്താ പറയുക, അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാക്കുകയാണ് പല രാജ്യങ്ങളും ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ എന്ത് ചെയ്യും, നശിച്ചു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. നശിച്ചു പോകുക മീൻസ് അവിടെ ടെമ്പററി ആയിട്ട് എന്തായിരിക്കും, കുറച്ച് പ്രശ്നങ്ങൾ വരും. പേയ്മെൻറ്റ് ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യും, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തുള്ള പേയ്മെൻറ്റുകളൊക്കെ മൊത്തത്തിൽ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ബാങ്കുകൾ തമ്മിൽ അങ്ങനെ ഒരു വിവിധ രാജ്യങ്ങളുടെ
ബാങ്കുകൾ തമ്മിൽ ഒരു ടീം, നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് പോലെ ഒരു വിവിധ രാജ്യങ്ങളുടെ ബാങ്കുകൾ തമ്മിലുള്ളൊരു ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫെസിലിറ്റിയാണ് എന്ത് പറയുന്നത്, ഈ പറഞ്ഞ സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഫുൾ ഫോം പറഞ്ഞിരിക്കുക സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ചിപ്സ്. ഓക്കെ, ഇപ്പോൾ USA ഒരു ഇന്റർ ബാങ്ക് ക്ലിയറിംഗ് സിസ്റ്റം നോക്കാം. സോ ക്ലിയറിംഗ് ഹൗസ് ഇന്റർ ബാങ്ക് പേയ്മെന്റ് സിസ്റ്റം. സോ ക്ലിയറിംഗ് ഹൗസ് ഇന്റർ ബാങ്ക് പേയ്മെന്റ് സിസ്റ്റം ചിപ്സ്. ഈ രണ്ടിൻ്റെ ഫുൾ ഫോം എന്ന് അറിഞ്ഞിരിക്കുക. രണ്ടാമത്തെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ക്ലിയറിംഗ് ഹൗസ് ഇന്റർ ബാങ്ക് പേയ്മെന്റ് സിസ്റ്റം എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. പക്ഷേ സ്വിഫ്റ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോൾ എക്സാമിന് വന്നില്ലെങ്കിലും നിങ്ങളുടെ കരിയറിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ബാങ്ക് ഓഡിറ്റിനും മറ്റു ഓഡിറ്റുകൾക്കൊക്കെ പോകുമ്പോൾ ഈ സ്വിഫ്റ്റ് കോഡ് നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ പറ്റും. ഓക്കെ, യെസ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റൻ ആണ്. വാട്ട് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച്? ഓക്കെ, സോ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഏതിൻ്റെയൊക്കെ ബേസിസിലാണ് മാർക്കറ്റിൽ നിന്ന് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്? ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും റുപ്പി ഒരു ദിവസം കൊണ്ട് 20 പൈസയുടെ അടുത്ത് നഷ്ടം ഉണ്ടായി. ഡോളറിനായിട്ട് കൺവേർട്ട് 84.86 ആ റേഞ്ചിലോട്ടൊക്കെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസ് കാണുന്നുണ്ട്. വലിയൊരു ഇത്, കാരണം അതിൽ എഴുതിയിട്ടുണ്ട് ഇമ്പോർട്ടിനുള്ള. ഓക്കെ, സോ ഇമ്പോർട്ടിനുള്ള ഡിമാൻഡ് കൂടുകയും, ഓക്കെ, സോ ഇമ്പോർട്ടിനുള്ള ഡിമാൻഡ് എന്ത് ചെയ്ത്, ഇമ്പോർട്ടിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡോളർ ബൈ ചെയ്യണം. ബൈ ചെയ്യാൻ മീൻസ് ഡോളറിൻ്റെ ഡിമാൻഡ് എന്തെങ്കിലും കൂടുന്നത് കൊണ്ടാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, ഡോളറിൻ്റെ വില കൂടുന്നതെന്ന് പറഞ്ഞിട്ട് ന്യൂസിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഡോളർ റുപ്പി ഡോളറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിനൊക്കെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഒന്നുമില്ല. നമ്മൾ ഏതൊക്കെ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റിയിൽ നമ്മൾ എന്തായിരുന്നു തിയറി പറഞ്ഞത്, രണ്ട് രാജ്യങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഫോറിൻ എക്സ്ചേഞ്ച് എഫക്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിഫറൻഷ്യൽ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഒരു എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ. രണ്ട് പർച്ചേസിംഗ് പവർ പാറ്റിൽ നമ്മൾ എന്താ പഠിച്ചത്, ഇൻഫ്ലേഷൻ റേറ്റ്. രണ്ട് രാജ്യങ്ങൾ ഇൻഫ്ലേഷൻ റേറ്റ് ഫോറക്സ് റേറ്റിനെ എഫക്ട് ചെയ്യും. ദെർഫോർ ഇൻഫ്ലേഷൻ റേറ്റ് ഡിഫറൻഷ്യൽ അല്ല, അത് രണ്ടും മെയിൻ. അപ്പോൾ IRP PPP. IRP മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി, PPP മീൻസ് പർച്ചേസിംഗ് പവർ പാരിറ്റി. അതിനടുത്ത് ഗവൺമെൻറ് പോളിസീസ്. ഓക്കെ, ഗവൺമെൻറ് പോളിസീസ്, മാർക്കറ്റിൻ്റെ എക്സ്പെക്ടേഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു 5 പോയിന്റ് ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്. പറ്റുമെങ്കിൽ ആ ഹെഡിങ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ദെൻ ബാക്കി എക്സ്ചേഞ്ച് റേറ്റ് കാര്യങ്ങൾ. ഡയറക്റ്റ് കോട്ട് ഇൻഡയറക്റ്റ് കോട്ട് അറിയാമല്ലോ. സോ ഇപ്പോൾ റുപ്പി ബാർ ഡോളർ ഈസ് ഈക്വൽ ടു 84 രൂപ എന്ന് പറയുമ്പോൾ ഒരു ഡോളറിന് എത്രയാണ്, ഓക്കെ, ഒരു ഡോളറിന് എത്രയാണ് ഇന്ത്യൻ റുപ്പി, ദാറ്റ് ഈസ് 1 ഫോറിൻ കറൻസിക്ക് എത്രയാണ് ഡൊമസ്റ്റിക് കറൻസി. ഓക്കെ, ഫോർ 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി എത്രയാണ് ഡൊമസ്റ്റിക് കറൻസി എന്ന് പറയുന്നതാണ് ഡയറക്റ്റ് കോട്ട്. നേരെ മറിച്ച് ഫോർ 1 യൂണിറ്റ് ഓഫ് ഡൊമസ്റ്റിക് കറൻസിക്ക് എത്രയാണ് ഫോറിൻ കറൻസി എന്ന് പറയുന്നതാണ് ഇൻഡയറക്റ്റ് കോട്ട്. ഓക്കെ, നോർമലി എല്ലാ രാജ്യങ്ങളും ഏതാണ് ഡയറക്റ്റ് കോട്ടാണ്, എക്സെപ്റ്റ് 4 കറൻസികൾ ഒഴികെ. ദാറ്റ് ഈസ് നമ്മൾ ഓസ്ട്രേലിയൻ ഡോളർ, അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഡോളർ, അതുപോലെ തന്നെ യൂറോ, പൗണ്ട് പോലുള്ള കറൻസികൾ ഒഴികെ ബാക്കി എല്ലാവരും എന്താണ് ഡയറക്റ്റ് കോട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഈ ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, യൂറോ, പൗണ്ടൊക്കെയാണ് ഇൻഡയറക്റ്റ് കോട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അവരെപ്പോഴും ഞങ്ങളുടെ ഒരു യൂണിറ്റിന് എത്രയാണ് മറ്റുള്ളവരുടെ കറൻസി എന്നേ പറയുള്ളൂ. ദെൻ ബിഡ് ആസ്ക് സ്പ്രെഡ് ആക്ച്വലി ഞാൻ ഇതിലെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് തൊട്ട് താഴെ, അപ്പോൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ അപ്പോൾ പറയാം. ഓക്കെ, ബിഡ് ആസ്ക് സ്പ്രെഡ് എന്നുള്ളത്. ഓക്കെ, ഇത് പഠിക്കാൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എക്സാമിന് ചോദിക്കും, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ അവിടെ എന്തായാലും ഡിസ്കസ് ചെയ്യുക. അതുകൊണ്ടാണ് ഇവിടെ ക്രോസ് റേറ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിവിടെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, ഇവിടെ ഇനി ചേഞ്ച് ഇൻ എക്സ്ചേഞ്ച് റേറ്റ്, അപ്രീസിയേഷൻ, ഡിപ്രീസിയേഷൻ. ഇതിന് അപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 80 രൂപ ഉണ്ടായിരുന്നു, റുപ്പി ബാർ ഡോളർ 80-84 എന്ന് വിചാരിക്കും അല്ലേ. എത്ര ശതമാനം ചേഞ്ച് ആയി, 5% ചേഞ്ച് ആയി അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡോളർ അപ്രീസിയേറ്റ് ചെയ്ത് റുപ്പി ഡിപ്രീസിയേറ്റ് ചെയ്ത് അല്ലേ. 80 രൂപ 84 ആകുമ്പോൾ 80ൻ്റെ 10% അല്ലേ 8. അപ്പോൾ 4 രൂപ എന്ന് പറയുമ്പോൾ 5% അല്ലേ. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് 1 ഇയർ കൊണ്ട് നമ്മൾക്ക് 80-84 ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഡോളർ എത്ര ശതമാനം അപ്രീസിയേറ്റ് ആയി, 5% അപ്രീസിയേറ്റ് ആയി എന്ന് പറയാം. നോർമലി നമ്മൾ പറയും റുപ്പി 5% ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്, പക്ഷെ അങ്ങനെയല്ല, തെറ്റാണ്. തെറ്റാണ്. മീൻസ് ഡോളർ 5% അപ്രീസിയേറ്റ് ആയി എന്ന് പറഞ്ഞാൽ റുപ്പി 5% ഡിപ്രീസിയേറ്റ് ആയി എന്ന് അർത്ഥമില്ല. ഓക്കെ, അത് കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. ഓക്കെ, ഇതിൽ തന്നെ പഠിക്കും, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇതെല്ലാം ഞാൻ കുറച്ച് കഴിയുമ്പോഴാണ് ആ കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, സ്പോട്ട് മാർക്കറ്റിലൊക്കെ വിട്ടേക്കാം. ആർബിട്രേജ് മേക്കിംഗ് എന്ന റിസ്ക്ലെസ് പ്രോഫിറ്റ്. ഓക്കെ, അതിൻ്റെ കോൺസെപ്റ്റൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഫോർവേഡ് മാർക്കറ്റ്, സ്വാപ്പ് പോയിന്റ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർവേഡ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്. ഓക്കെ, ഫോർവേഡ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്. സോ ഫോർവേഡ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് വെച്ചാൽ ഇമ്പോർട്ടൻസ് ശ്രദ്ധിക്കുക. നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു കറൻസി എത്ര ശതമാനം അപ്രീസിയേറ്റ് ചെയ്യുന്നു പറയും. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, 80 രൂപ എന്നുള്ളത് 84 രൂപയായി അല്ലേ. എത്ര ശതമാനം അപ്രീസിയേറ്റ് ആയി? സോ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഇവിടെ ഡോളർ എന്ത് ചെയ്തു, 5% അപ്രീസിയേറ്റ്. ഈ 5% ആൻസർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്, 80-84 വന്നപ്പോൾ 84 - 80
ഡിവൈഡ് ബൈ 80 അല്ലേ. ഇതെല്ലാം നിങ്ങൾ ചേഞ്ച് എടുക്കുന്നതിന് നോർമലി ചേഞ്ച് എടുക്കുകയും ചേഞ്ചിനാണ് നമ്മൾ ഫോർവേഡ് പ്രീമിയമോ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. നോർമലി ഇത് ആനുവലൈസ്ഡ് പോയിന്റ് ഓഫ് വ്യൂലാണ് തരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 84 മൈനസ് 80 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു 35%. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് 6 മാസം കൊണ്ടാണ് ഇത്രയും ചേഞ്ച് വന്നു വെച്ചാൽ നമ്മൾ ആനുവലൈസ്ഡ് പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84 മൈനസ് 80 ഡിവൈഡ് ബൈ 80 ഇൻറ്റു ഇത് എത്ര മാസം കൊണ്ടാണ്? 6 മാസം കൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് 12 മന്ത്സിൻ്റെ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുക്കേണ്ടത്. അപ്പോൾ ഇരട്ടി ഡബിൾ എടുക്കേണ്ടത്. ഡബിൾ ആവാൻ വേണ്ടി 12 ഡിവൈഡ് ബൈ 6 എന്നാക്കുക. ദാറ്റ് ഈസ് 12 ഡിവൈഡ് ബൈ n. എത്ര നാളത്തേതാണോ അത് 12 ഡിവൈഡ് ബൈ n. ദാറ്റ് ഈസ് n എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്, 6 മന്ത്സിൻ്റെയാണ്. അപ്പോൾ നമ്മൾ 1 ഇയർ ആക്കാൻ വേണ്ടിയിട്ടാണ് 12 ഡിവൈഡ് ബൈ എന്ത് ചെയ്യുന്നത് 6 ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 12 ഡിവൈഡ് 6 നമുക്ക് 2 കിട്ടും. ആക്ച്വലി വളരെ സിമ്പിളാണ്. ഒരു വർഷത്തിൽ 6 മാസത്തിന് 2 വട്ടം ഉണ്ടല്ലേ. അപ്പോൾ 2 കിട്ടാൻ വേണ്ടിയാണ് 12 ഡിവൈഡ് 6 ഇൻറ്റു പെർസെൻറ്റേജ് ആക്കാൻ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് 10% കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് 1 ഇയർ ആണെങ്കിൽ ഇത് 5%. അപ്പോൾ നോർമലി അതിന് ആനുവലൈസർ എന്ന് വിളിക്കും. ദെൻ ഇവിടെ 6 മന്ത്സിന് തന്നിട്ട് ആനുവലൈസർ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു 12 ഡിവൈഡ് ബൈ n എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നതാണ് ഈ ഫോർവേഡ് പ്രീമിയം ഓർ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. f മൈനസ് എസ് ഡിവൈഡ് ബൈ എസ് ഇൻറ്റു 100. ഇനി ആനുവലൈസ് ചെയ്യാൻ 12 ഡിവൈഡ് ബൈ n. ഓക്കെ, യെസ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കറൻസിയിൽ ഇപ്പോൾ ഡോളറിൽ 5% അപ്രീസിയേറ്റ്, ഡോളറിൽ 5% അപ്രീസിയേറ്റ് ഇത് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് റുപ്പിയിൽ 5% ഡിപ്രീസിയേഷൻ ആവണമെന്നില്ല. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 80 to 84 നമുക്കറിയാം 5% അല്ലേ. തിരിച്ച് റുപ്പിയുടെ ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4.8 ആ റേഞ്ചിലാണ് കിട്ടുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കറൻസിയുടെ ഫോർവേഡ് പ്രീമിയം ഡിസ്കൗണ്ട് അളക്കുമ്പോൾ ആ കറൻസി നമ്മൾ ബേസ് കറൻസി ആയിട്ട് എടുത്തിട്ട് വേണം അളക്കാനായിട്ട്. ഇപ്പോൾ നമ്മളുടെ ഡോളറിൻ്റെ പ്രീമിയം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ 80 to 84 എടുക്കുക. കാരണം വെച്ചാൽ $1 ഈസ് ഈക്വൽ ടു ഇത്ര രൂപ എന്നാണ്. അപ്പോൾ ഇവിടെ 80-84 എന്ന് പറയുമ്പോൾ ഡോളറാണ് ബേസ് കറൻസി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡോളറിൻ്റെ എന്തെടുക്കാം? പ്രീമിയം ഈ 80-84 എടുക്കുക. നേരെ മറിച്ച് റുപ്പിയിൽ എത്രയാണ് ഡിസ്കൗണ്ട്? റുപ്പിയുടെ ഡിസ്കൗണ്ട് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം? നമ്മളിതിനെ ഏതിലോട്ട് മാറ്റണം? ഇൻഡയറക്റ്റ് കോട്ട് എടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ നമ്മൾ റുപ്പിയുടെ ഡിസ്കൗണ്ട് എടുക്കുമ്പോൾ റുപ്പിനെ എന്ത് കറൻസി ആക്കണം? ബേസ് കറൻസി ആക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 1 ഡിവൈഡ് ബൈ 80 ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ 1 ഡിവൈഡ് ബൈ 84 ചെയ്യണം. ഓക്കെ, അപ്പോൾ 1 ഡിവൈഡ് ബൈ 80 എന്ന് പറയുമ്പോൾ 1 ഡിവൈഡ് ബൈ 80 നമ്മൾ ചെയ്യുമ്പോൾ 0.0125 ആണ് വരിക. ഓക്കെ, അതുപോലെ തന്നെ 1 ഡിവൈഡ് ബൈ 84 വരുമ്പോൾ 0.0110905 ഒക്കെയാണ് വരിക. ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണ് ഫോർവേഡ് റേറ്റ്, ഇതാണ് സ്പോട്ട് റേറ്റ് അല്ലേ. അപ്പോൾ നമ്മൾ അതിനെടുക്കുമ്പോൾ 0.011905 റൗണ്ട് ചെയ്തിട്ട് മൈനസ് 0.0125 ഡിവൈഡ് ബൈ സ്പോട്ട് 0.0125 ഇൻറ്റു 100 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഓക്കെ 0.125 ഏകദേശം ഒരു 4 ആണ് കേട്ടോ. 4.76 അല്ലെങ്കിൽ 4.8 താഴെ റൗണ്ട് ചെയ്തിട്ട് ഒരു 4.8 റേഞ്ചിലേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 5% ആയിരുന്നത് 80 to 84 എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡോളർ അപ്രീസിയേഷൻ എത്ര കിട്ടി? 5%. അതേ സെയിം സമയത്ത് റുപ്പി ഡിപ്രീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4.8 കിട്ടുള്ളൂ. ഓക്കെ, സോ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ഇനി ഇതിപ്പോൾ നമുക്ക് എത്ര എളുപ്പത്തിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 80-84 എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആകെ എന്തുണ്ടായിരുന്നുള്ളൂ? ഒരു എക്സ്ചേഞ്ച് റേറ്റ്, അതായത് മറ്റേ കറൻസി പെയറിൽ ബിഡ് ആസ്ക് ഫോർമാറ്റ് ഉണ്ടായിരുന്നില്ല. സപ്പോസ് നിങ്ങൾക്ക് കൊട്ടേഷൻ്റെ അകത്ത് ബിഡ് ആസ്ക് ഫോർമാറ്റിലാണ് തരുന്നതെങ്കിൽ ഇവിടെ ഈ ഇക്വേഷൻ കിട്ടാൻ വേണ്ടി F മൈനസ് എസ് ഡിവൈഡ് ബൈ എസ്സിൽ നമുക്ക് F എന്ന് പറയുമ്പോൾ ഒരു റേറ്റിൽ എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ S എന്ന് പറയുമ്പോഴും ഒരെണ്ണം എടുക്കാൻ പറ്റുള്ളൂ. then ഇവിടെ ഒരെണ്ണം എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെയർ ആയിട്ടാണ്, ഐ മീൻ കറൻസി ഇതിൻ്റെ അകത്ത് പെയർ എന്ന് മീൻസ് നമുക്ക് 2-way കോട്ടാണെന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ബിഡ് ആസ്ക് രീതിയിലാണ് തരുന്നത്, ബിഡ് ആസ്ക് ഫോർമാറ്റിലാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? മിഡ് റേറ്റ് എടുക്കുക. എന്നാൽ മിഡ് റേറ്റ് എന്ന് വെച്ചാൽ മിഡ് റേറ്റ് ഈസ് ഈക്വൽ ടു ബിഡ് പ്ലസ് ആസ്ക് ഡിവൈഡ് ബൈ 2. ഓക്കെ, ബിഡ് പ്ലസ് ആസ്ക് ഡിവൈഡ് ബൈ 2. അപ്പോൾ ഫോർവേഡ് റേറ്റ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഫോർവേഡ് റേറ്റ് എടുക്കാൻ ഫോർവേഡ് റേറ്റിൻ്റെ ബിഡും ആസ്കും ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 എടുക്കുക. സ്പോട്ട് ഇവിടെ എസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്പോട്ടിൻ്റെ ബിഡും ആസ്കും കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 എടുക്കുക. അപ്പോൾ അങ്ങനെ കിട്ടുന്ന നമ്പറാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യേണ്ടത്? F മൈനസ് എസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്, അറിഞ്ഞിരിക്കാം. ഇനി ഇവിടെ നേരത്തെ ബിഡ് ആസ്ക് സ്പ്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇവിടെ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിരുന്നു, ചെറുതായിട്ട് പറഞ്ഞു പോയതാണ് ബിഡ് ആസ്ക് സ്പ്രെഡ്. യെസ്, ഈ ബിഡ് ആസ്ക് സ്പ്രെഡ് നമ്മൾ സാധാരണ ഗ്രോസ് പ്രോഫിറ്റ് എടുക്കും അല്ലേ? എങ്ങനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് എടുക്കുക? സാധാരണ അക്കൗണ്ട്സ് നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് COGS ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലേ? ഇതേ ലോജിക്കൽ ബാങ്കാരെ കുറിച്ച് ആലോചിക്കുക. ബാങ്കാരെ സെയിൽസ് ഏത് റേറ്റാണ്? ആസ്ക് റേറ്റിലാണ് ബാങ്ക് സെല് ചെയ്യുന്നത് അല്ലേ? ബാങ്കാരുടെ കോസ്റ്റ് എന്താണ്? പർച്ചേസ് ബിഡ് ആണ്.
ഇനി ഡിവൈഡ് ബൈ സെയിൽസ് എന്തായിരിക്കും ആസ്ക് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഗ്രോസ് പ്രോഫിറ്റ് നമ്മളുടെ അക്കൗണ്ട്സിൽ ഒരു കമ്പനി പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്തുണ്ടാകുന്ന ഗ്രോസ് പ്രോഫിറ്റ് പോലെ തന്നെ ഒരു ബാങ്ക് ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്ത് സെയിൽ ചെയ്തുണ്ടാകുന്ന ലാഭത്തിന് വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന ലാഭത്തിന് നമ്മൾ വിളിക്കുന്ന സ്പ്രെഡ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ബിഡ് ആസ്ക് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ നോർമലി സ്പ്രെഡ് ഈസ് ഈക്വൽ ടു ആസ്ക് മൈനസ് ബിഡ് ആണ്, അഥവാ സെയിൽസ് മൈനസ് പർച്ചേസ്, സിമ്പിൾ പ്രോഫിറ്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ സെയിൽസ് ആണ് ആസ്ക്, പർച്ചേസ് ആണ് ബിഡ്. ഓക്കെ, ദെൻ അതിൻ്റെ ഡിഫറൻസ് ഇനി അതിൻ്റെ സ്പ്രെഡിൻ്റെ പെർസെൻറ്റേജ് എടുക്കുമ്പോൾ GP റേഷ്യോ എടുക്കുന്ന പോലെ സെയിൽസ് മൈനസ് പർച്ചേസ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്ന് പറഞ്ഞ പോലെ ആസ്ക് മൈനസ് ബിഡ് ഡിവൈഡ് ബൈ ആസ്ക് ഇൻറ്റു 100. ഓക്കെ, യെസ്.